ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. 2 മാസമൊക്കെ ആവുമ്പോൾ ക്രിസ്മസ് വരാൻ പോവുകയല്ലേ. ക്രിസ്മസിന് നമുക്ക് നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എങ്ങനെയാണ് നേരത്തെ സോക്ക് ചെയ്ത് വെക്കുന്നത് നമുക്ക് കണ്ടാലോ. ഞാനിപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല, എൻ്റെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അതിലേക്ക് 1/4 കപ്പ് ചെറുതായി കട്ട് ചെയ്ത ചെറി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കറുത്ത ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരി വൃത്തിയിൽ കഴുകി ഡ്രൈ ആക്കി വെച്ചിട്ടുള്ളതാണ്. ഉണക്കമുന്തിരിയിലൊക്കെ ധാരാളം പെസ്റ്റിസൈഡ്സ് അടിക്കുന്നത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നല്ലവണ്ണം വാഷ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഗോൾഡൻ കളർ മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതും നന്നായി കഴുകി ഡ്രൈ ആക്കി വെച്ചിട്ടുള്ളതാണ്. ലാസ്റ്റ് ആയിട്ട് 1 കപ്പ് മിക്സഡ് കളർ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്. നട്ട്സ് ഒന്നും ഞാൻ ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്യുന്ന ടൈമിൽ ചേർക്കാറില്ല, അത് കേക്ക് ഉണ്ടാക്കുന്ന ടൈമിലാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇനി എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇതിൽ കൂടുതൽ വെറൈറ്റി ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്കൊരു ഗ്ലാസ് ജാറിൽ ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യുന്ന ടൈമിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉപയോഗിക്കുന്നതിന് പകരം ഗ്ലാസ് കണ്ടെയ്നർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ മുഴുവൻ ഡ്രൈ ഫ്രൂട്ട്സും ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ സ്പൈസസ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ജാതിക്ക, ചുക്ക് ഇവയൊക്കെ ചേർത്ത് പൊടിച്ചെടുത്തതാണിത്. ഇപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ സ്പൈസസ് മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മിക്സഡ് ഫ്രൂട്ട് ജാം ആയാലും മതി. അതിനുശേഷം എല്ലാം കൂടി സ്പൂണ് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റം അല്ലെങ്കിൽ വൈൻ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റമ്മാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിവിടെ 1/2 കപ്പ് റമ്മാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്ത് കിടക്കണം, ഇതിൽ മുങ്ങിക്കിടക്കണം. അപ്പോൾ അങ്ങനെ നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് എത്ര ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ബേക്കായി കഴിയുമ്പോഴേക്കും ഈ ആൽക്കഹോളൊക്കെ ഇവാപ്പറേറ്റ് ആയി പോകും. അതിൻ്റെ കുത്തൽ ടേസ്റ്റ് ഒന്നും നമ്മുടെ കേക്കിന് ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ അടപ്പടച്ച് വെച്ച് നമുക്ക് ചെറുതായി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നനവൊന്നും തട്ടാത്ത ഡ്രൈ ആയ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കാം. ഇതൊരു 2 ദിവസം കൂടുമ്പോൾ എടുത്ത് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവുമ്പോഴേക്കും ഡ്രൈ ഫ്രൂട്ടൊക്കെ നല്ല രീതിയിൽ സോക്കായി കേക്ക് ഉണ്ടാക്കാൻ പാകത്തിൽ റെഡി ആയിട്ടുണ്ടാവും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.